കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയുള്ള ഇതേ സമയം ഇതേ ദിവസം ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഗുരുവായൂരേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏപ്രിൽ 28-ന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ താലികെട്ട്. അപ്പോൾ 27-ന് ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഗുരുവായൂരേക്ക് ട്രാവൽ ചെയ്തു. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ അമ്പലത്തേക്ക് പോകാനുണ്ടായത്. ഇത്തവണ ഏപ്രിൽ 28 മൺഡേ ആയതുകൊണ്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പണിക്ക് പോകാനുള്ളത് കൊണ്ടും സൺഡേ ആയിരുന്നു ഞങ്ങളുടെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള സെലിബ്രേഷൻസ് ഒന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി എന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ തന്നെ ഒരു വലിയ സന്തോഷമല്ലേ. ഞങ്ങൾ രണ്ടുപേരും രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് റെഡിയായി ഒരുമിച്ചായിരുന്നു ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണ കുഞ്ഞു കാര്യങ്ങൾ പോലും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വലിയ രീതിയിലുള്ള സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല, പക്ഷേ വി യൂസ് ടു മേക്ക് മെമ്മറീസ്. എല്ലാ മൊമെൻറ്റ്സും ഞങ്ങൾ ക്യാപ്ചർ ചെയ്ത് വെക്കാറുണ്ട്. ഇടയ്ക്കിടെ പഴയ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കാണുന്നത് ഞങ്ങളുടെ ഒരു ഹോബി കൂടെയാണ്. എല്ലാ വർഷവും വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഫ്രണ്ട്സിനൊക്കെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. പക്ഷേ ഇത്തവണ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും മാത്രം മതിയെന്ന്. പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ളവർ അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.